إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم അഥവാ നിന്റെ വാപ്പയെ നീ അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൊണ്ട് നീ വിളിക്കരുത്, അഥവാ പേര് വിളിക്കരുത് നിന്റെ വാപ്പയെ. വല തംഷി അമാമ, നിന്റെ ഉപ്പയുടെ മുമ്പിലൂടെ നീ നടക്കരുത്, നീ ഉപ്പയുടെ പിറകിലായിട്ട് നടക്കണം. വല തജ്ലിസ് ഖബ്ല, അദ്ദേഹത്തിന് മുമ്പേ നീ ചാടി അദ്ദേഹത്തിന് മുമ്പേ ഒരു സീറ്റിൽ ഇരിക്കരുത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആ രണ്ട് കൂട്ടരിൽ ബാപ്പയും മകനുമുള്ളതിൽ ആ മകനോട് കൊടുക്കുന്ന ഒരു ഉപദേശമാണ്. ഇതിന്റെ ശറഹിൽ അഥവാ അൽ അദബുൽ മുഫ്രദിനെ സ്വഹീഹും ദഈഫും വേർതിരിച്ച് ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. അതിന്റെ സ്വഹീഹുൽ അദബുൽ മുഫ്രദിന്റെ ശറഹിൽ അദ്ദേഹത്തിന്റെ ശിഷ്യൻ എഴുതിയ ശറഹിൽ പറയുന്നത് കാണാം, എന്തുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞത്? ഇഹ്തിറാമൻ ലിമൻസിലതി, അത് വാപ്പയുടെ ആ സ്ഥാനം പദവിയെ ആദരിച്ചുകൊണ്ടാണ്. നീ വാപ്പയുടെ പേര് വിളിക്കരുത്. ചില ആളുകളൊക്കെ ഉപ്പാന്റെ പേര് വിളിക്കും, അങ്ങനെ നീ വിളിക്കരുത്. അതുപോലെ ഉപ്പാന്റെ മുമ്പിൽ നീ നടക്കരുത്. അതൊക്കെ വാപ്പയോടുള്ളൊരു ഇഹ്തിറാമാണ്, വാപ്പയോടുള്ളൊരു ആദരവാണത്. വലാകിൻ, പക്ഷേ യഹ്സുനുൽ മശ്യു അമാമഹു ലിൽ ഹാജ്ജ, വല്ല ആവശ്യവും വന്നാൽ ഉപ്പയുടെ മുമ്പിലൂടെ നടക്കാം. ഏതുപോലുള്ള ആവശ്യമാ? കസുൽമ, ഇരുട്ടുള്ള സന്ദർഭത്തിൽ ചിലപ്പോൾ ഉപ്പാന്റെ മുമ്പിൽ നമ്മൾ വഴി കാണിക്കാൻ വേണ്ടി നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ദുർഘട പാതകൾ ഉണ്ടാവും, വഴികൾ ദുർഘടമായിരിക്കും. അങ്ങനെയുള്ള വഴികളിലൂടെ നടക്കുമ്പോഴും ചിലപ്പോൾ നീ വാപ്പാക്ക് വഴികാട്ടിയായിട്ട് മുമ്പിലൂടെ നീ നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ഔ നഹ്വി ദാലിക്, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപ്പയുടെ മുമ്പിലൂടെ നടക്കാം, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാത്ത സമയത്ത് വാപ്പയെ ആദരിച്ചുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ നടക്കുകയോ വാപ്പയുടെ പേര് വിളിക്കുകയോ ചെയ്യാതിരിക്കലാണ് ഖൈർ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നാൽ ഉപ്പാന്റെ പേര് വിളിക്കാൻ പാടില്ലെന്ന് നമ്മൾ സൂചിപ്പിച്ചു. എന്നാൽ ഉപ്പയുടെ കുഞ്ഞത്ത് അത് വിളിക്കാൻ പറ്റുമോ? എന്താണ് കുഞ്ഞത്ത് എന്ന് പറഞ്ഞ? അബ്, ഉമ്മ്, ഇബ്ന്, ഇബ്നത്തൊക്കെ കൂട്ടി വിളിക്കുന്ന കുഞ്ഞത്ത്, ആ നിലക്ക് ഉപ്പയെ വിളിക്കാൻ പറ്റുമോ? അത് പറ്റും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ കൊടുത്തത് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം സദസ്സിൽ ഇരുന്ന് തന്റെ അനുയായികൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാകിൻ അബൂ ഹഫ്സിൻ ഉമറു ഖദാ, അബൂ ഹഫ്സ് അഥവാ തന്റെ വാപ്പ ഉമർ, അബൂ ഹഫ്സുള്ള കുനിയത്ത, ആ ഉമർ റളിയല്ലാഹു അൻഹു ഖദാ, ഇപ്രകാരമാണ് വിധിച്ചത് എന്ന് കുനിയത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ ഹദീസ്, ഈ സംഭവം, ഈ അസർ ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ അദബുൽ മുഫ്രദിൽ എടുത്തു കൊടുത്തത് എന്തിനാണ്? അതില് സ്വഹീഹുൽ അദബുൽ മുഫ്രദിന്റെ ശറഹിൽ ശാരിഹ പറയുന്നത് കാണാം, ദക്കറൽ മുസന്നിഫു ഹാദൽ അസറ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് ഈ അസറിനെ മിൻ ഫിഅലി ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഒരു പ്രവൃത്തി ഈ കിതാബിന്റെ അധ്യായത്തിൽ എന്തിനാണ് കൊണ്ടുവന്നത്? ലിദ്ദലാലതി അലാ ജവാസി തക്നിയത്തിൽ അബ്, ബാപ്പയെ കുഞ്ഞത്ത് വിളിക്കാം, കുഞ്ഞത്തലമ വെച്ചുകൊണ്ട് ഉപ്പയെ വിളിക്കാം എന്നുള്ളത് അനുവദനീയമാണ് എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് എന്ന് ശാരിഹുകൾ ഇതിൽ വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇനി മരിച്ചു കഴിഞ്ഞ ഉപ്പാക്കും ഉമ്മാക്കും
ഏതെല്ലാം നിലക്ക് നമുക്ക് പുണ്യം ചെയ്യാൻ കഴിയും? പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളത്. അദ്ദുആഉ വലിസ്തിഗ്ഫാർ, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് മരിച്ചുപോയ ഉമ്മക്കും ഉപ്പാക്കും നമ്മൾ ചെയ്യുന്നൊരു പുണ്യമാണത്. എത്രത്തോളമാണ് അതിൻ്റെ പുണ്യം? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, തുർഫഉ ലിൽ മയ്യിതി ബഅദ മൗതിഹി ദറജതുഹു, ഒരു മയ്യത്തിന് അവൻ മരിച്ച ശേഷം അവന്റെ ദറജ, അവന്റെ പദവി ഉയർത്തപ്പെടും. ഫയഖൂൽ, അപ്പോൾ ദറജ പദവി ഉയർത്തപ്പെടുമ്പോൾ ഫയഖൂൽ, ആ മനുഷ്യൻ ചോദിക്കും, ഐ റബ്ബി, എൻ്റെ റബ്ബേ, അയ്യു ഷൈഇൻ ഹാദിഹി, എന്തൊരു കാരണത്താലാണ്, എന്തൊരു കാരണം കൊണ്ടാണ് എൻ്റെ ഈ പദവി ഇങ്ങനെ ഉയരുന്നത്? മരിച്ചതിന് ശേഷം അവന്റെ പദവി ദറജ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം യാ റബ്ബേ, എന്തുകൊണ്ടാണ് എൻ്റെ ദറജ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഫയുഖാൽ, പറയപ്പെടുമെന്നാണ്, വലദുക ഇസ്തഗ്ഫറ ലക, നിന്റെ കുട്ടി, നിന്റെ സന്താനം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിഗ്ഫാറിന്റെ ഫലമായി കൊണ്ട് മരിച്ചതിന് ശേഷവും നിന്റെ ദറജ ഇങ്ങനെ ഉയർന്നുകൊണ്ടേ ഇരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, വഫീഹി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്സു അലാ ബിർരിൽ വാലിദൈനി ബഅദ മൗതിഹാ ബിൽ ഇസ്തിഗ്ഫാരി വദ്ദുആ, മരിച്ചതിന് ശേഷം തൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ദുആ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും പുണ്യം ചെയ്യുന്നതിനുള്ളൊരു ഹസ്, പ്രേരണ ഈ ഹദീസിലുണ്ട് എന്ന് ശാരിഹീങ്ങൾ ഈ ഹദീസിന്റെ ശറഹിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ വനഹ്വി ദാലിക, അതുപോലുള്ള സദഖ പോലത്തെ കാര്യങ്ങളും. എന്നിട്ട് ശാരിഹ് പറയുകയാണ്, വഫീഹി, ഈ ഹദീസിലുണ്ട് തർബിയത്തുൽ അബ്നാഇ അല ത്വാഅതി അല ഹത്താ യൻതഫിഅ ബിഹിമുൽ ആബാഉ വൽ ഉമ്മഹാത്ത്. ഈ ഹദീസിലുള്ള മറ്റൊരു ഫായിദ എന്താ? സ്വന്തം മക്കളെ നല്ല അല്ലാഹുവെ അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയുടെ ഉടമയായിട്ട്, നല്ലൊരു സന്താനമായിട്ട് വളർത്തിയെടുക്കണം. അങ്ങനെ അവൻ തനിക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇഖ്ലാസോടുകൂടി ദുആയും ഇസ്തിഗ്ഫാറും ചെയ്യുകയും അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും പ്രയോജനം ചെയ്യാൻ കഴിയുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു സന്താനത്തെ ഉണ്ടാക്കുക എന്നുള്ളതിനൊരു പ്രേരണയും ഈ ഹദീസിലുണ്ട് എന്ന് ശാരിഹികൾ വ്യക്തമാക്കുന്നുണ്ട്. മഹാനായ താബിഈ പണ്ഡിതൻ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ലാ, അദ്ദേഹം പറയുകയാണ്, മഹാപണ്ഡിതനാണ് അദ്ദേഹം പറയാ, കുന്ന ഇൻദ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ലൈല, ഒരു രാത്രിയിൽ ഞങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലുണ്ടായിരുന്നു. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഫഖാൽ, എങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മഗ്ഫിർ ലി അബീ ഹുറൈറ വലി ഉമ്മി വലിമൻ ഇസ്തഗ്ഫറ ലഹുമാ. മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ലാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ രാത്രി പോയപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ ഹുറൈറ, അഥവാ സ്വന്തം പേരെന്നെ, അല്ലാഹുവേ അബൂ ഹുറൈറക്ക് നീ പുറത്തു കൊടുക്കണമേ, വലി ഉമ്മി, എൻ്റെ ഉമ്മാക്കും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ, വലിമൻ ഇസ്തഗ്ഫറ ലഹുമാ, ആ ഉമ്മാക്കും എനിക്കും വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ല കേൾക്കാനിടയായി. അപ്പോൾ മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ല പറയുകയാണ്, ഫനഹ്നു നസ്തഗ്ഫിറു ലഹുമാ ഹത്താ നദ്ഖുല ഫീ ദഅവതി അബീ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രാർത്ഥന കേട്ടപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനും അദ്ദേഹത്തിന്റെ ഉമ്മാക്ക് വേണ്ടിയും ഞങ്ങൾ ഇസ്തിഗ്ഫാർ ചോദിച്ചു. എന്തിനു വേണ്ടിയാ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ എനിക്കും എൻ്റെ ഉമ്മാക്കും, ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രാർത്ഥിക്കുന്നവർക്കും നീ പുറത്തു കൊടുക്കണമെന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രാർത്ഥിക്കുന്നവരിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ സിരീൻ റഹ്മഹുല്ല പറയുകയാണ്, ഞങ്ങളും അവർക്ക് രണ്ടു പേർക്കു വേണ്ടി ദുആ ചെയ്തു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ ദുആയിൽ ഉൾപ്പെടാൻ വേണ്ടി എന്നാണ്. അപ്പൊ മരിച്ചു പോയ ഉമ്മമാർക്ക് ദുആ ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതിന്റെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ് ഈ ഹദീസിലൂടെ നമുക്ക് അറിയിച്ചു തരുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ബാക്കിയാകുന്ന കാര്യങ്ങൾ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇദാ മാതൽ അബ്ദു, ഒരു അടിമ മരിച്ചാൽ ഇൻഖത അമലു,
അവൻ്റെ അമല് മുറിഞ്ഞുപോയി. അതോടുകൂടി അവൻ്റെ അമലുകൾ മുറിഞ്ഞു. എന്താ ഈ അമല് മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇമാം മുനാവി റഹ്മഹുല്ല അൽ ജാമിഉ സഗീർ എന്ന ഇമാം സുയൂത്തിന്റെ ഗ്രന്ഥത്തിന് ഒരു ശറഹ് എഴുതിയിട്ടുണ്ട് ഇമാം മുനാവി റഹ്മഹുല്ല. ആ ശറഹിൽ ഇമാം മുനാവി റഹ്മഹുല്ല പറഞ്ഞത് കാണാം, ഐ ഫായിദത്തു അമലി വതജ്ദീദു സവാബി. അമല് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അമലുകൾ ഇൻഖിതാ മുറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ അമലിൻ്റെ ഫായിദ അല്ലെങ്കിൽ ആ അമലിൻ്റെ പ്രതിഫലം ഇങ്ങനെ തജദ്ദുദായിക്കൊണ്ടിരിക്കുക, പുതുതായി ഇങ്ങനെ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതോടുകൂടി അവസാനിച്ചു. ഐ യാനി അദ്ദേഹം പറയുകയാണ്, ലാ തസ്ലു ഇലൈഹി ഫായിദത്തു ശൈഇൻ മിൻ അമലിഹി കസ്വലാത്തിൻ വഹജ്ജ്. ഹജ്ജ്, സ്വലാത്ത്, സൗമ് പോലത്തെ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നിർവഹിച്ചൊരു വ്യക്തി അവൻ മരിച്ചു പോയാൽ പിന്നെ ആ സ്വലാത്തിനും ഹജ്ജിനും അതുപോലെ തന്നെ നോമ്പിനൊക്കെ പകരമായിട്ട് ഖബറിലുള്ള അവസ്ഥയിൽ വീണ്ടും ഒരു സവാബ് പ്രതിഫലം അങ്ങനെ തജദ്ദുദായിക്കൊണ്ടിരിക്കുക, പുതുതായി കിട്ടിക്കൊണ്ടിരിക്കുക എന്നൊരവസ്ഥ അവനില്ല. അത് ഇൻഖിതാഅും എന്നാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞതിൽ 3 കാര്യങ്ങൾ ഒഴിവാക്കി, അതിന് ഇസ്തിസ്നാ ചെയ്ത് ഒഴിവാക്കി. അതേതാ? ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ മരിച്ചു കഴിഞ്ഞാലും മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താ അതിൻ്റെ ഉദ്ദേശം? ഇമാം മുനാവി റഹ്മഹുല്ല പറയുകയാണ്, ഐ സലാസത്തി അഷ്യ, 3 കാര്യങ്ങൾ. അപ്പൊ ഫഇന്ന സവാബഹ ലാ യൻഖതിഉ, ആ 3 കാര്യങ്ങളുടെ പ്രതിഫലം മരണത്തോടുകൂടി മുറിഞ്ഞു പോകുന്നില്ല. കാരണം ലികൗനിഹി ഫിഅലൻ ദായിമൽ ഖൈരി മുത്തസിലൻ നഫ്ഇ, ആ പ്രവർത്തനം എപ്പോഴും ഖൈറിനോട് ദായിമായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉപകാരം ചെയ്യുന്നതോട് ചേർന്നിരിക്കുന്ന പ്രവർത്തനമാണ്. ഏതുപോലെ വലി അന്നഹു ലമ്മാ കാന അസ്സബബ, തീർച്ചയായും കാര്യം ഈ മനുഷ്യൻ ഒരു സബബായതുകൊണ്ട് തന്നെ ഫിക്തിസാബിഹ, ആ അമലുകൾ അഥവാ മരിച്ചു കഴിഞ്ഞാലും അവന് ഉപകാരം കിട്ടുന്ന രീതിയിൽ ആ അമല് സമ്പാദിക്കുന്നതിൽ ഒരു കാരണം ഈ മനുഷ്യനായതുകൊണ്ട് തന്നെ കാനലഹു സവാബുഹ, അതിൻ്റെ പ്രതിഫലം അവന് ഉണ്ടാകുമെന്നാണ്. ഏതാ 3 കാര്യങ്ങൾ? സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്ക. സദഖത്തുൻ ജാരിയ, ഒരു മനുഷ്യൻ സ്വതക്ക ചെയ്യുക, വസിയത്ത് ചെയ്യുക, അങ്ങനെ ഓരോ പള്ളി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ധനം ചിലവഴിച്ചൊരുത്തനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞാലും ആ അമലിൻ്റെ സവാബ് വീണ്ടും അവനിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നിട്ട് ഇമാം മുനാവി റഹ്മഹുല്ല വിശദീകരിക്കുന്നത് കാണാം, ആ സ്വദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വദഖ, ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഒരു അറിവാണ്. എങ്ങനത്തെ അറിവാ? അവൻ വിട്ടേച്ചു പോയ അറിവ് കൊണ്ട് ആളുകൾ ഉപകാരമെടുക്കും, അങ്ങനത്തെ അറിവ്. അതിൽ അദ്ദേഹം വിശദീകരിച്ചത് കാണാം. അദ്ദേഹം ഷാഫി മദ്ഹബിൽ ഒരു പണ്ഡിതനായ ഇമാം സുബിക്കിന്റെ ഒരു ഉദ്ധരണി അവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇമാം സുബിക്ക് എന്താ പറയുന്നത്? ഗ്രന്ഥം രചിക്കുക എന്നുള്ളത്, ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നുള്ളത്, അതാണ് ഏറ്റവും മഖ്വ. കാരണം എന്താ? ആ ഗ്രന്ഥം അവൻ്റെ കാലത്തിനനുസരിച്ച് കൊണ്ട് ആ ഗ്രന്ഥം ബാക്കിയാകുന്ന ദൈർഘ്യം കാരണത്താലാണ്. ഒരാളൊരു ഗ്രന്ഥം രചിച്ചു, ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. പല പണ്ഡിതന്മാരും വാള്യങ്ങളോളം 10ഉം 20ഉം വാള്യങ്ങളുള്ള വലിയ വലിയ കിതാബുകൾ ഉലമാക്കൾ അള്ളാഹു നൽകിയ ബർക്കത്ത് കൊണ്ട് രചിച്ചിട്ടുണ്ട്. അതൊക്കെ ലോകാവസാനം വരെ ആളുകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു പ്രതിഫലം, ആ പ്രതിഫലം ഇങ്ങനെ തജദ്ദുദായിക്കൊണ്ടിരിക്കുകയാണ്. ആ മരിച്ച വ്യക്തിക്ക്, അത് എഴുതിയ വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ്. 3-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എന്താ? വലദുൻ ഔ വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മരിച്ചാലും ഉമ്മാക്കും ഉപ്പാക്കും ഒരു ബിറാകുന്ന, ഉപകാരമാകുന്ന ഒരു മകൻ, അതാ വലദുൻ, വെറും ഒരു മകനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? വലദുൻ സ്വാലിഹ്. 2 ഗുണങ്ങളാണ് നബി സല്ലല്ലാഹു, 2 സിഫത്തുകൾ അവിടെ പറഞ്ഞു, 2 വിശേഷങ്ങൾ. ഏതെങ്കിലും കുട്ടിയല്ല, മറിച്ച് വലദുൻ സ്വാലിഹ്, സ്വാലിഹായ, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുന്ന സ്വാലിഹായ ഒരു കുട്ടി. പിന്നെ എങ്ങനെയുള്ള കുട്ടിയാ? യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനത്തെ ഒരാൾ വാർത്തെടുത്താൽ, ആ കുട്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ആ പ്രാർത്ഥനയുടെ ഫലം ആ ഉമ്മാക്കും ഉപ്പാക്കും മരിച്ചു കഴിഞ്ഞാലും
കിട്ടിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇമാം മുനാവി റഹ്മഹുല്ലാ അതിന്റെ ശറഹിൽ പറയുന്നത് കാണാം, ലി അന്നഹു, കാരണം ഒരു സാലിഹായ സന്താനം വളർന്നു വരിക എന്നുള്ളത് ലി അന്നഹു ഹുവ സബബു ലി വുജൂദിഹി, ആ സാലിഹായ സന്താനം ഉണ്ടാവാനുള്ള കാരണം ഈ വാപ്പയും ഉമ്മയുമാണല്ലോ. വ സ്വലാഹിഹി, അവൻ നല്ല സന്മാർഗിയായി ജീവിക്കുക എന്നുള്ളതിനൊരു കാരണം ഉമ്മയുപ്പയുമാണല്ലോ. വയിർഷാദിഹി ഇലൽ ഹുദാ, അവനെ ഹുദയിലേക്ക് നേർമാർഗത്തിലേക്ക് നയിച്ചതും ഉമ്മയും ഉപ്പയുമാണല്ലോ. അപ്പോ ആ കുട്ടി സ്വാലിഹായൊരു കുട്ടി അത് ഉണ്ടാവാനും അവൻ നേർമാർഗത്തിൽ ജീവിക്കാനും ഒരു കാരണക്കാരൻ ഉമ്മയും വാപ്പയുമാണ് എന്നുള്ളത് കൊണ്ട് അവർക്ക് വേണ്ടി ആ സന്താനങ്ങൾ പ്രാർത്ഥിച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകാരം ഉമ്മാക്കും ഉപ്പാക്കും കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. അപ്പൊ ഒന്നാമത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉമ്മാക്കും ഉപ്പാക്കും പുണ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദുആയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾക്ക് പുണ്യം ചെയ്യുക എന്നുള്ളതിന്റെ രണ്ടാമത്തെ കാര്യം ഈ ഹദീസിൽ സൂചിപ്പിച്ചതുപോലെ സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ്. ഉമ്മ വാപ്പി മരിച്ചുപോയി, അങ്ങനെ മകൻ, അത് ഉമ്മാക്ക് വാപ്പാക്ക് എന്നല്ല, ആർക്ക് വേണമെങ്കിലും നമുക്ക് സ്വതക്ക ചെയ്തിട്ട് എൻ്റെ കൂലി, അള്ളാഹുവിൻ്റെ പ്രതിഫലം ഇന്ന് എൻ്റെ സഹോദരൻ ലഭിക്കണമെന്ന് നമുക്ക് പറയാം. അതിൻ്റെ പ്രതിഫലം ആ മരിച്ച വ്യക്തിക്ക് കിട്ടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ, ഒരു മനുഷ്യൻ, ഖാല, അദ്ദേഹം വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്ന ഉമ്മി തുവഫിയത്, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. വലം തൂസി, എൻ്റെ ഉമ്മ വസിയത്തൊന്നും ചെയ്തിട്ടില്ല. അഫയൻഫൗഹാ അൻ അതസദ്ദഖ അൻഹാ, എനിക്ക് എൻ്റെ ഉമ്മാക്ക് സദഖ നൽകിയിട്ട് എൻ്റെ ഉമ്മാക്ക് ഒരു മൻഫഅത്ത്, ഉപകാരം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉമ്മ വസിയത്തൊന്നും ചെയ്തിട്ടില്ല, എന്നാലും എൻ്റെ ഉമ്മാക്ക് വേണ്ടി എനിക്ക് സദഖ ചെയ്തിട്ട് എൻ്റെ ഉമ്മാക്ക് ഒരു ഉപകാരം ലഭിക്കാൻ സദഖ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നഅം, അതെ, നമുക്ക് സദഖ ചെയ്യാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ചില ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ പൊതുവെ ഒരു ഇപ്പോൾ ഖുർആൻ ഓതുക, അല്ല ഇന്ന് എത്ര സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, എത്ര സൂറത്തുൽ ഫാത്തിഹ ഓതുക, അല്ല എത്ര ദിക്ർ ചെല്ലുക, എന്നിട്ട് അതിൻ്റെ പ്രതിഫലമൊക്കെ മരിച്ചു പോയ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലത്തെ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മയ്യത്തിന് ലഭിക്കോ? ഇപ്പം ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവേ, ഞാൻ ഓതിയ ഖുർആനിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മയിലേക്ക് എത്തണേ, ഉമ്മയ്ക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അത് എത്തുമോ എന്നുള്ളതിൽ ഫുഖഹാക്കൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരും അവർ പറഞ്ഞത് ഏത് അമല് ചെയ്താലും, നമസ്കാരം, നോമ്പ്, ഇങ്ങനെല്ലോ ഏത് അമല് ചെയ്തിട്ട് അതിൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും നൽകണം എന്ന് പറഞ്ഞാൽ എത്തുമെന്നുള്ളതാണ്. എന്നാൽ മാലിക്കി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും മഷ്ഹൂറായ അഭിപ്രായം, അതാണ് ഏറ്റവും റാജിഹ്, അത് എത്തില്ല എന്നാണ്. അതിൻ്റെ പ്രതിഫലം ഇപ്പം നമസ്കരിച്ചു, അല്ല ഖുർആൻ ഓതി ഇത്ര സൂറത്തുൽ ഫാത്തിഹ ഓതി, അള്ളാഹു ഇതിൻ്റെ പ്രതിഫലം എന്നെ ഖബറിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞാൽ എത്തില്ല എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും അഭിപ്രായം. അതാണ് ഏറ്റവും റാജിഹ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബാക്കളിൽ നിന്നോ ഖുർആൻ ഓതിയിട്ടോ നമസ്കരിച്ചിട്ടോ അതിൻ്റെ പ്രതിഫലം ഖബറിലുള്ള ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി ഒരു ഹദീസിൽ നിന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ അദ്ദേഹം തെളിവ് പിടിച്ചായതാ, വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഒരു മനുഷ്യൻ അവന് പ്രവർത്തിച്ച അമലിൻ്റെ കാര്യങ്ങളല്ലാതെ അതല്ലാതെ വേറെ ആളുകൾ ചെയ്യുന്നത് കൊണ്ട് അവന് അതൊരു ഫായ്ദ കിട്ടുകയില്ല. കിട്ടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വതക്കയാണ്. സ്വതക്ക അതാർക്കും ഖിലാഫില്ല. ഇബ്നു കസീർ റഹ്മഹുല്ലാ വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറഞ്ഞത് കാണാം, വമിൻ ഹാദിഹിൽ ആയ, ഈ ആയത്തിൽ നിന്ന് ഇസ്തംബത ശാഫിഈ, ഇമാം ഷാഫിഈ റഹ്മഹുല്ലാ തെളിവ് പിടിച്ചു, വമൻ തബിഅഹു, ഇമാം ഷാഫിഈ റഹ്മഹുല്ലയെ പിന്തുടരുന്നവരും തെളിവ് പിടിച്ചു, അന്നൽ ഖിറാഅത, ഒരാൾ ഖുർആൻ ഓതി, ലാ യസ്ലി ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ, ഇന്നത്ര ഫാത്തിഹ ഓതി അല്ല ഖുർആൻ ഓതിയിട്ട് ഇതിൻ്റെ പ്രതിഫലം മരിച്ച ആളുകളിലേക്ക് എത്തിക്കുക, അതിലേക്ക് ഹദിയ ചെയ്യുക എന്നുള്ള പരിപാടി അത് മരിച്ചവരിലേക്ക് എത്തുകയില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ലൊക്കെ തെളിവ് പിടിച്ചത്. കാരണം ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം, അത് അവരുടെ
നമ്മൾ ഓതുന്നത് മരിച്ചവർക്ക്, നമ്മൾ ഓതിയ ഖുർആൻ കൊണ്ട് മരിച്ചവർക്ക് പ്രതിഫലം കിട്ടുക എന്നുള്ളത് അത് ആ മയ്യത്തിന്റെ ഒരു അമലോ കസ്ബാവൻ സമ്പാദിച്ചതോ അല്ല. അതുകൊണ്ട് അവർക്ക് കിട്ടില്ല എന്നാണ് ഇമാം ഷാഫി റഹ്മഹുല്ല പറഞ്ഞത്. എന്നിട്ട് ഇബ്നു കസീർ റഹ്മഹുല്ല പറയുകയാണ്, വലിഹാദാ, ഈ കാരണം കൊണ്ടാണ് ലം യന്ദുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തഹു, ഇതൊരു പുണ്യചര്യയായിട്ട് ഉമ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു കൊടുത്തിട്ടില്ല. വല ഹസ്സഹും അലൈഹിം, അങ്ങനെ ഖുർആനോ നമസ്കരിച്ചോ ഹജ്ജ് ചെയ്തോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മരിച്ച മയ്യത്തിലേക്ക് അതിന്റെ പ്രതിഫലം കൊടുക്കുക എന്നുള്ളത് നബി അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. വല അർഷദഹും ഇലൈഹി ബിനസ്സിൻ വല ഇമാഇൻ, അങ്ങനെ ഒരു തെളിവ് കൊണ്ടോ ഒരു സൂചന ആംഗ്യം കൊണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദി മിനസ് സഹാബ റളിയല്ലാഹു അൻഹും, സഹാബാക്കളിൽ നിന്നും അങ്ങനെ ഒരു ഖൗല് ഖുർആൻ ഓതിയിട്ട് മരിച്ച ആളുകൾക്ക് അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുക എന്നുള്ള പരിപാടിയെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലൗ കാന ഖൈറൻ, ഇനി ഖുർആൻ ഓതിയിട്ട് അതിന്റെ പ്രതിഫലം ഖബറിലുള്ള ആളുകളേക്ക് എത്തിക്കുന്നത് ഖൈറായിരുന്നുവെങ്കിൽ ലസബഖൂന ഇലൈഹി, നമ്മളെക്കാളും ആ കാര്യത്തിൽ മുൻപന്തിയിൽ വരേണ്ടത് സഹാബാക്കളായിരുന്നു. ആ സഹാബാക്കൾ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഏറ്റവും റാജിഹായ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി, ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചു പോയിട്ടുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു മരിച്ചു പോയിട്ടുണ്ട്. അവർക്കൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയോ നമസ്കരിച്ചോ അതിന്റെ പ്രതിഫലം അവർക്ക് വേണ്ടി ഖബറിലേക്ക് കൊടുക്കണേ എന്ന് അല്ലാഹുവോട് പറഞ്ഞ ഒരു ഖൗലും എവിടെയും കാണാൻ സാധിക്കുകയില്ല. എന്നാൽ സ്വതക്ക നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വതക്ക, ഹജ്ജ്, ഉംറ, ദുആ, ഇസ്തിഗ്ഫാർ, ഇതാണ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മയ്യത്തിന് നമുക്ക് ചെയ്യാനുള്ള ഗുണങ്ങൾ. എന്നിട്ട് ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുകയാണ്, ഫഅമ്മദ് ദുആഉ വസ്സദഖതു, എന്ന സദഖ മരിച്ചുപോയ ഉമ്മ വാപ്പ അല്ല മറ്റേത് സഹോദരങ്ങളാവട്ടെ അവർക്ക് നമ്മൾ സ്വതക്ക ചെയ്തിട്ട് അല്ലാഹുവേ ഇതിന്റെ പ്രതിഫലം ആ മയ്യത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞാൽ അത് ഫദാക മുജ്മഉൻ അലാ വുസൂലിഹാ, അത് മയ്യത്തിന് എത്തുമെന്ന് എല്ലാവർക്കും ഇജ്മാഉള്ള വിഷയം, ആർക്കും തർക്കമല്ല സ്വതക്കത്ത് എന്നുള്ളത്. എന്നാൽ മറ്റു വിഷയങ്ങൾ ഫുഖഹാക്കൾക്ക് അംബലി മദ്ഹബ് വെച്ച പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും റാജിഹ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളത് അത് സ്വതക്ക, ദുആ, ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് ഖുർആൻ ഓതുക നമസ്കരിക്കുക എന്നുള്ളത് മയ്യത്തിലേക്ക് എത്തില്ല എന്നതാണ് ഏറ്റവും റാജിഹ അഭിപ്രായം. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ സ്വതക്കകൾ നമ്മൾ ചെയ്യുക. ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി നമ്മൾ എത്ര നമുക്ക് സദക്ക ചെയ്യാൻ കഴിയോ അത്രയും സദക്ക ചെയ്ത് ഉമ്മാക്കും ഉപ്പാക്കും നമ്മൾ പുണ്യം ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും ബിർറ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ പറഞ്ഞു, ബിർറുൻ മൻ കാന യസിലുഹു അബൂഹ്, സ്വന്തം ഉപ്പയും സ്വന്തം വാപ്പ, ആ വാപ്പാക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ ബന്ധം ചേർത്ത ചില സുഹൃത്തുക്കളുണ്ടാവും, ഉറ്റ സുഹൃത്തുക്കളുണ്ടാവും. ആ ഉറ്റ സുഹൃത്തുക്കളോട് മക്കൾ മരണശേഷം ബന്ധം പുലർത്തുക എന്നുള്ളത് അവരോട് ചെയ്യുന്നൊരു പുണ്യമാണ്. അഥവാ നമ്മുടെ ഉപ്പാക്ക് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ഉറ്റ മിത്രങ്ങൾ ബന്ധം പുലർത്തിയ ആളുകളുണ്ടാവും. ആ ഉപ്പ മരിച്ചു കഴിഞ്ഞാലും ആ ഉപ്പാന്റെ ഉറ്റ സുഹൃത്തുക്കളോട് അവരുടെ കുടുംബങ്ങളോടും ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതും ഉപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന ബിർറാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അബറൽ ബിർരി, പുണ്യം ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പുണ്യകരമായ കാര്യമെന്ന് പറഞ്ഞ അയസില റജുലു അഹ്ല വുദ്ദി അബീ, തൻ്റെ വാപ്പാനെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധം ചേർക്കുക എന്നുള്ളതാണ്. ഇസ്ലാം എത്ര നല്ലൊരു കാര്യങ്ങളാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ബന്ധം ചേർത്താൽ, ഇപ്പം നമ്മുടെ ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ എത്ര ആളുകളോട് ബന്ധമുണ്ടായിരുന്നോ ആ ആളുകളോടൊക്കെ മരിച്ചു കഴിഞ്ഞാലും നമ്മൾ ബന്ധം ചേർക്കുമ്പോൾ വലിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ആവാൻ അതൊരു കാര്യമാകും. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി അപ്പോൾ പറയാ അതെൻ്റെ ഉപ്പാന്റെ കൂട്ടുകാരന്മാരാണ്, സ്നേഹിതന്മാരാണ്, അങ്ങനത്തെ ഖൈറൊക്കെ അതിലൂടെ ഉണ്ടാകും. ഒരു സംഭവം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ മിനൽ അറാബി ലഖിയ, അറാബിയായ ഒരു മനുഷ്യനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ബിത്വരീഖിൻ, ഒരു വഴിയിൽ വെച്ച്, ബിത്വരീഖി മക്കത്ത, മക്കയിലുള്ള ഒരു വഴിയിൽ വെച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഒരു അറാബിയാണ്. അങ്ങനെ ഫസല്ലമ അലൈഹി, ആ മനുഷ്യനോട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു.
അങ്ങനെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വഹമലഹു അലാ ഹിമാരിൻ കാന യർകബുഹു, അദ്ദേഹം സഞ്ചരിച്ച കഴുതപ്പുറത്ത വാഹനത്തിൽ അദ്ദേഹത്തെ പിടിച്ചു കയറ്റി, ആദരവോട് പിടിച്ചു കയറ്റി. വഅതാഹു ഇമാമ, എന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ തൊപ്പി ആ അറാബിക്ക് അങ്ങോട്ട് കൊടുത്തു. കാനത്ത് അലാ റസിഹി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തലയിലുണ്ടായിരുന്ന തൊപ്പി ആ അറാബിക്ക് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുത്തു. അപ്പൊ ഇത് കണ്ട ഇബ്നു ദീനാർ റഹ്മഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഫഖുൽനാ ലഹു, ഞങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇതൊരു ആറാബിയാണല്ലോ, ആറാബിനെ കണ്ടപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ വളരെ ആദരവോട് പിടിച്ച് കയറ്റി അദ്ദേഹത്തിന് താങ്കളുടെ തൊപ്പിയൊക്കെ നൽകിയല്ലോ, ഇത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അസ്ലഹക്കല്ലാഹ്, നിങ്ങൾ അല്ലാഹു നന്മ ചെയ്യട്ടെ, ഇന്നഹുമുൽ ആറാബു, അവര് ഇന്നഹുമുൽ ആറാബു വ ഇന്നഹും യർദൗന ബിൽ യസീർ, അവര് ആറാബികളാണല്ലോ, അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ 1-2 ചില്ലറ നാണയങ്ങളോ കൊടുത്താൽ അവർക്ക് സന്തോഷപ്പെടുമല്ലോ, അവർ തൃപ്തിപ്പെടുമല്ലോ, ഇങ്ങനൊക്കെ അറാബികളോട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടി എന്താ, ഇന്ന അബഹാദാ, ഈ ആറാബിന്റെ വാപ്പയുണ്ടല്ലോ, കാന വുദ്ദലി ഉമർ ബിനുൽ ഖത്താബ്, എന്റെ വാപ്പയായ ഉമർ ബിനുൽ ഖത്താബിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. അപ്പൊ ആ ആറാബിന്റെ വാപ്പ എന്റെ വാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. വഇന്നി സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അബറൽ ബിർരി, തീർച്ചയായും പുണ്യം ചെയ്തതിൽ വെച്ച് ഏറ്റവും പുണ്യം ചെയ്യുക എന്നുള്ളത് സിലത്തുൽ വലദി അഹ്ല വുദ്ദി അബീ, ഒരു കുട്ടി തന്റെ ഉപ്പയുടെ പ്രിയപ്പെട്ട ആളുകളുടെ കുടുംബാംഗങ്ങളോട് ബന്ധം ചേർക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ അറാബിയെ കണ്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ആദരിക്കാൻ കാരണം. അപ്പൊ നമ്മുടെ ഉപ്പ നാട്ടിൽ ആരോടൊക്കെ ഉറ്റ ബന്ധമുണ്ടായിരുന്നോ ആ അഹ്ലുകാരോടൊക്കെ ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് ഇമാം മുനാവി റഹ്മഹുല്ലാ ആ ഹദീസിന്റെ ശറഹിൽ പറഞ്ഞത് കാണാം, ഫഇന്നഹു മിൻ തമാമിൽ ഇഹ്സാനി ലൽ അബ്, ഉപ്പയോട് ഇഹ്സാൻ ചെയ്യുന്നതിന്റെ ഏറ്റവും പരിപൂർണമായതിൽപ്പെട്ട കാര്യമാണ് നമ്മുടെ ഉപ്പാക്ക് ബന്ധമുള്ള ആളുകളുടെ കുടുംബങ്ങളോട് ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പൊ സ്വതക്ക ചെയ്യുക, ഇസ്തിഗ്ഫാറും ദുആ ചെയ്യുക, തന്റെ ഉപ്പക്ക് അടുത്ത ബന്ധമുള്ള ആളുകളോട് ബന്ധം ചേർക്കുക എന്നുള്ളതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പുണ്യം കാണിക്കുന്ന രീതികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക, അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു അമ്മാ ബഅദ്. മരിച്ചു കഴിഞ്ഞ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു വരുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും, മരിച്ചു കഴിഞ്ഞ ഉപ്പാക്കും ഉമ്മാക്കും പുണ്യം ചെയ്യുന്ന കാര്യത്തിൽപ്പെട്ടതാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഖദാഉദ്ദൈനി അൻഹുമാ, ഉപ്പാക്കും ഉമ്മാക്കും കടമുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക എന്നുള്ളത്. ഉപ്പാക്കും ഉമ്മയും കടമുള്ള ആളുകളായിരുന്നെങ്കിൽ ആ കടം നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, കാരണം കടം വെച്ചിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നഫ്സുൽ മുഅ്മിനി മുഅല്ലഖതും ബിദൈനിഹി ഹത്താ യുഖ്ദാ അൻഹു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ നഫ്സ്, ശരീരം കടവുമായി ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കും. ഹത്താ യുഖ്ദാ അൻഹു, ആ കടം അവനിൽ വീട്ടപ്പെടുന്നത് വരെ. മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തി കടമുള്ളവനാണെങ്കിൽ അത് വീട്ടപ്പെടുന്നത് വരെ ആ മരിച്ച വ്യക്തിയും കടമുള്ള ആളായി തന്നെ അങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കടം എന്നുള്ളതിന്റെ പല ആളുകളും കടം വാങ്ങിയാൽ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാത്ത അവസ്ഥ, അങ്ങനത്തെ ദുസ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് മാത്രം കടം വാങ്ങുക. വെറുതെ അനാവശ്യമായി കടം വാങ്ങി തിരിച്ചു കൊടുക്കാനാവാതെ വലിയൊരു ബാധ്യത തൻ്റെ മേൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, കടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദംബിൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടി ജിഹാദ് ചെയ്ത മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പുറത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടമൊഴികെന്ന. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്ത് ഷഹീദായി മരിച്ചൊരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും. ഇല്ല ദൈൻ, കടം പുറത്തു കൊടുക്കില്ല, അത് അവിടെ തന്നെ നിൽക്കുന്ന.
കാരണം എന്താ, ഇമാം നവവി റഹ്മഹുള്ളാഹിന്റെ ശറഹിൽ പറയുന്നത് കാണാം, അത് ഹുക്കൂക്ക് മനുഷ്യനോടുള്ളൊരു ഹുക്കൂക്കാണ്, അവകാശമാണ്. മനുഷ്യനോടുള്ള ഓരോ ഹുക്കൂക്കും അത് മറ്റു കാര്യങ്ങളും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. ഒരാളെ സംബന്ധിച്ച് നമ്മൾ ഗീബത്ത് പറയുക, അവൻ്റെ ധനം അപഹരിക്കുക, ഇങ്ങനെ മനുഷ്യരുമായിട്ടുണ്ടാക്കുന്ന ആ കടമകൾ അത് അവരുമായി തന്നെ നമ്മൾ തീർക്കണം. അപ്പോൾ ദൈൻ എന്നുള്ളത് മനുഷ്യനോടുള്ള ഒരു ബാധ്യതയാണ്. അത് തീർത്താൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ അപ്പോൾ കടമുണ്ടെങ്കിൽ അത് വീട്ടി കൊടുക്കുക. അതുപോലെ തന്നെ അല്ലാഹുമായിട്ടുള്ള കടം. ഇപ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും നോമ്പുണ്ട്. എൻ്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ വല്ല യാത്ര കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ നോമ്പ് ഒഴിവാക്കേണ്ടി വന്നു, പിന്നെ അത് നോറ്റുവിട്ടണമല്ലോ. രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ ഒരു നോമ്പ് ഒഴിവാക്കി, അങ്ങനെ അദ്ദേഹത്തിന് അത് നോറ്റുവിട്ടൽ നിർബന്ധമാണ്. പക്ഷെ ആരോഗ്യവാനായിരിക്കെ തന്നെ അദ്ദേഹം മരിച്ചു പോയി നോക്കുക. ഉപ്പയോ ഉമ്മയോ മരിച്ചു പോയാൽ ആ മരിച്ചു പോയാൽ അത് അവൻ്റെ മേൽ ബാധ്യത, അത് അവൻ്റെ അഹ്ലുകാർക്ക്, കുടുംബക്കാർക്ക്, മക്കൾക്കോ ഭാര്യക്കോ തുടങ്ങിയ ആളുകൾക്ക് ആ നോമ്പ് പകരമായി വീട്ടി കൊടുക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ മാത, ആരെങ്കിലും മരിച്ചു, വ അലൈഹി സിയാമുൻ, അവൻ്റെ മേൽ നോമ്പ് ബാധ്യതയുണ്ടെങ്കിൽ സാമഅൻഹു വലിയു, അവൻ്റെ വലിയന് ആ നോമ്പ് നോറ്റുവിട്ടാം. എങ്ങനെയാണ്? അഥവാ യാത്ര കൊണ്ടോ രോഗം കൊണ്ടോ നോമ്പ് ഒഴിവാക്കി, എന്നിട്ട് നോറ്റുവീട്ടാൻ ആരോഗ്യമുള്ള അവസ്ഥയിൽ മരിച്ചുപോയ ആൾക്കാണ്. എന്നാൽ വേറൊരു സ്ഥിതിയുണ്ട്, ഇങ്ങനെയുള്ള ആള് അയാൾ മരിക്കുന്നത് വരെ രോഗാവസ്ഥയിലാണ് എങ്കിൽ ആ രോഗാവസ്ഥയിലായിരിക്കും അദ്ദേഹം മരിച്ചു പോയാൽ അത് നോറ്റുവീട്ടേണ്ട, പകരം നോറ്റുവീട്ടേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരാൾ മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കിയവന് ഉപ്പ അല്ലെ ഉമ്മയോ മനഃപൂർവ്വം നോമ്പ് ഒഴിവാക്കിയ ആളാ, അവൻ മരിച്ചുപോയി, എന്നാൽ അവർക്കൊരിക്കലും പകരം നോറ്റുവീട്ടാൻ പറ്റില്ല, അത് ശരിയാവുകയില്ല, ശരിയല്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അവരുടെ ബാധ്യതയാണ്, അത് അള്ളാഹും അവരുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അത് ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞത്, അഥവാ മരിക്കുന്ന അവസ്ഥയിൽ ആരോഗ്യമുള്ളവരായിരിക്കെ അങ്ങനെ ഉതിറുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഉപ്പാക്കും ഉമ്മാക്കും നമ്മൾ ബിർറ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾ കഴിവതും ശ്രമിക്കുകയും അവരുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ നമ്മളൊരു കാരണക്കാരുമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിൻ്റെ ആളുകളായി ജീവിക്കാനും ഹക്കിൽ അടിയുറച്ച് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وآله وصحبه.